നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും ഒരു മാഡ്രിഡ് ഡെർബി. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 സാന്റിയാഗോ ബെർണാബുവിലാണ് റയലും അത്ലറ്റിക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഒരേ നാട്ടിലെ രണ്ട് വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനപ്പുറമുള്ള ചില സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ആവേശം ഉണ്ടാകും. കൂടാതെ പോയിൻ്റ് പട്ടികയിൽ ഒറ്റ പോയിൻ്റ് വ്യത്യാസത്തിലാണ് റയൽ ഒന്നാമതും അത്ലറ്റിക്കോ രണ്ടാമതും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവേശമൊന്ന് വേറെ. ഏതായാലും ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. പതിവ് പോലെ റയൽ കിടലൻ ടീമും കൊണ്ടുവരുന്നു. പക്ഷേ അവരുടെ ഡിഫൻസിൽ പരിക്കേൽപ്പിച്ച ആഘാതം മാറിയിട്ടില്ല. അതാണ് അവർക്കുള്ളൊരാശങ്ക. മറുഭാഗത്ത് ഈ സീസണിൽ പൊളിച്ചടുക്കിയാണ് ഡിയേഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ്. അപ്പോൾ മാഡ്രിഡ് ഡെർബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതിനു മുമ്പ് കടന്നുപോയ മാഡ്രിഡ് ഡെർബികളിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ മൊമെൻ്റ് ഏതാണ്? അനവധി മൊമെൻറ്റുകൾ പലർക്കും പറയാനുണ്ടാകും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഓർമ്മകൾ, സെർജിയോ റാമോസിൻ്റെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ആ ഒരു ഗോളിൻ്റെ ഓർമ്മകൾ, ഇപ്പോൾ 93 എന്നുള്ള ജേഴ്സി നമ്പർ തന്നെ അദ്ദേഹം മോണ്ടറിക്ക് വേണ്ടി കളിക്കുമ്പോൾ ആ ഓർമ്മയിൽ അണിയുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമാണ് മാഡ്രിഡ് ഡെർബി എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. 2003 ഡിസംബറിലാണ്. കൃത്യമായ ഡേറ്റ് ഞാനൊന്ന് എടുത്തു പറഞ്ഞാൽ 2003 ഡിസംബർ 3 ആ കളി നടന്നത്. അന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം, അല്ലെങ്കിൽ ഏറ്റവും അധികം ആവേശത്തോടു കൂടി ഞാൻ കണ്ടിട്ടുള്ള കളിക്കാരൻ റൊണാൾഡോ നസാരിയോ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന കാലം. സിനേദിൻ സിദാനുണ്ട് മധ്യനിരയിൽ. മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് സഹായമായിട്ട് റൗൾ ഗോൺസാലസ് ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ റൗൾ ഗോൺസാലസ് ഉണ്ട്. വിങ്ങിൽ തീ പറക്കുന്ന പ്രകടനം നടത്താൻ ഇടതുപാർശ്വത്തിൽ റോബർട്ടോ കാർലോസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ടീമാണ് അന്നത്തെ റയൽ മാഡ്രിഡ്. ആ സീസൺ അത്ര മികച്ചതായിരുന്നുവോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. എന്തായാലും ആ സീസണിലെ ഡിസംബർ 3 മത്സരം, 2003 ഡിസംബർ 3 മത്സരം, അന്നാണ് ആ ചരിത്ര നിമിഷം പിറന്നത്. മാഡ്രിഡ് ഡെർബികളിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ സാക്ഷാൽ റൊണാൾഡോ നസാരിയോ നേടിയ നിമിഷം. കളി തുടങ്ങി 14ാമത്തെ സെക്കൻഡിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ വല കുലുങ്ങിയത്. എന്താണ് ഇപ്പോൾ ഉണ്ടായത് എന്ന അമ്പരപ്പിൽ നിൽക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ. കിക്ക് ഓഫ് നടക്കുന്നു. റൊണാൾഡോയും റൗളും ചേർന്ന് കിക്ക് ഓഫ്. പന്ത് മധ്യനിരയിലുള്ള സിനേദിൻ സിദാനിലേക്ക്. സിദാൻ അത് ഇടതുപാർശ്വത്തിലൂടെ ഓടിക്കയറുന്ന റോബർട്ടോ കാർലോസിലേക്ക് കൊടുക്കുന്നു. റോബർട്ടോ കാർലോസ് ആ പാർശ്വത്തിലൂടെ കുതിക്കുമ്പോൾ സിദാൻ പാസ് സ്വീകരിക്കാൻ വേണ്ടി ഇടതുഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിലും റോബർട്ടോ കാർലോസ് ചെയ്തത് കിക്ക് ഓഫ് കഴിഞ്ഞ് മുന്നോട്ടേക്ക് ഇങ്ങനെ പതിയെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന റൊണാൾഡോ നസാരിയോ അൺമാർക്ക്ഡ് ആണെന്ന് കണ്ട് ആ ബോൾ കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോയുടെ ഏരിയയുടെ ഏതാണ്ട് മധ്യത്തിൽ വെച്ചിട്ടാണ് ആ ബോൾ കിട്ടുന്നത് റൊണാൾഡോ നസാരിയോക്ക്. അത്ലറ്റിക്കോയുടെ ഡിഫൻസൊക്കെ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ബ്രില്യൻ ഫെയിൻറ്റിലൂടെ ഓൾമോസ്റ്റ് ഓൾ അത്ലറ്റിക്കോ ടീമിനെ ബീറ്റ് ചെയ്യുന്ന റൊണാൾഡോ നസാരിയോ അദ്ദേഹം പെനാൽറ്റി ബോക്സിലേക്ക് അങ്ങ് കടക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അന്നത്തെ ഗോൾ കീപ്പറുമായിട്ട് മുഖാമുഖം, അർജൻറ്റീനക്കാരനായിട്ടുള്ള വെർഗോസാണ് അന്നത്തെ ഗോൾ കീപ്പർ. മുഖാമുഖം വരുന്നു. 1-on-1 സിറ്റുവേഷൻ. ഗോൾ കീപ്പറുമായിട്ട് റൊണാൾഡോ നസാരിയോ 1-on-1 സിറ്റുവേഷനിൽ വന്നാൽ പിന്നെ ഒറ്റ ഔട്ട്കമേ ഉള്ളൂ. ചോദിക്കേണ്ട, പന്ത് വലയിലുണ്ടാകും. അതാണ് അദ്ദേഹം. പന്ത് വലയിലേക്ക് 14 സെക്കൻഡിനുള്ളിൽ അത്ലറ്റിക്കോയുടെ വല കുലുങ്ങിയ നിമിഷം, ഇന്നും ഓർക്കുമ്പോൾ ആവേശം തോന്നുന്ന നിമിഷം. അതാണ് മാഡ്രിഡ് ഡെർബിയിലെ എൻ്റെ മനസ്സിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ. നിങ്ങൾക്കും ഇതുപോലെ ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.